യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു വീഡിയോ ഇട്ടായിരുന്നു, അത് കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ വേറെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ ഒരു കടലിലാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കുറച്ച് ഇവിടെ അടുത്തായിട്ട് ട്രെയിൻ ഉണ്ട്, പിന്നെ ഇവിടെ വലിയൊരു മലയുണ്ട്, അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. ഇങ്ങനെ ആൾക്കാരൊക്കെ കയറി നമ്മുടെ മലയാറ്റൂർ മലയൊക്കെ പോലെ ഇങ്ങനെ കയറുന്ന ഒരു മലയുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ പാർക്കുണ്ട്, ഇവിടെയൊക്കെ പാർക്കുണ്ട്. അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബ്രെയിലെ സീ ഫ്രണ്ടിലാട്ടോ. അപ്പം ഇവിടെയാണെങ്കിൽ ഇപ്പം രാത്രി 8 മണിയായി. അപ്പം PM രാത്രി 8 മണിയായി. എന്നിട്ട് നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന മണ്ണലാണ് വിചാരിക്കുന്നത്, പക്ഷെ ഇവിടെ മണലല്ല. നമ്മുടെ പുഴയിലൊക്കെ കാണുന്ന പോലത്തെ കല്ലാണ്. കണ്ടോ, കല്ലാണ്, ഫുള്ള് കല്ലാണ്. അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മണ്ണുണ്ട്. പിന്നെ ഇവിടുത്തെ കടലില് വലിയ തിരയില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞങ്ങൾ തൊട്ട് നോക്കി. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ കല്ലായതുകൊണ്ട് തന്നെ നടക്കാൻ ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കടൽ ദൂരേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ. എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു മലയില്ലേ, അതാണ് എല്ലാവരും ദുഃഖ വെള്ളിയാഴ്ച മല കയറാൻ പോകുന്നത്. അവിടെ ഉണ്ടല്ലോ ഒരു വലിയ കുരിശൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ നല്ല ഭംഗിയാട്ടോ. ഈ വെള്ളം ഉണ്ടല്ലോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. പിന്നെ സൈഡിലാക്കിയിട്ട് ചെറിയ ചെറിയ മണ്ണലൊക്കെ ഇങ്ങനെ കാണാം. ഞാൻ തൊട്ട് നോക്കി, വെള്ളം നല്ല തണുപ്പാണ്, നേരത്തെ പോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. പിന്നെ ആ മേഘങ്ങളൊക്കെ കാണാൻ എന്നാ ഭംഗിയല്ലേ, നല്ല ഇങ്ങനെ കൂടിയിരിക്കുന്ന പോലെ. അന്നേരം നമ്മൾ കടലൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് പാർക്കുണ്ട്, അവിടേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അന്നേരം നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. കല്ലൊക്കെ ഉണ്ട്, വലിയ വലിയ കല്ലുകളാണ്. ഫോണൊക്കെ അടിയിൽ പോയാൽ കിട്ടത്തില്ല. വലിയ വലിയ കല്ലുകളാണ്, ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണോ അത്. പാട്ട് കേൾക്കുന്നു, കടൽക്കാക്കയാണ് ഞങ്ങൾ കടലിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ ആൾക്കാർ ഗിത്താറും ഇങ്ങനെയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ചിലവരൊക്കെ പോയിട്ട് ഇങ്ങനെ പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പാർക്കിലേക്ക് പോവുകയാണ്. അയ്യോ, ഞാൻ പാർക്കിലേക്ക് കയറാൻ പോവാണ്. അപ്പം ഞാൻ കയറി. അപ്പം നല്ല രസമാണ്, ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ആ വല പോലെ ഇരിക്കുന്ന സാധനത്തിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത്. നമ്മൾ കാണുന്ന പോലെ ഇത്ര ഈസിയൊന്നും അല്ല കാണുന്ന പോലെ, പക്ഷേ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ എന്തായാലും വീഴും. എനിക്ക് ഏകദേശം മേലേക്ക് എത്തിയപ്പോൾ ചെറിയ പേടിയായി, പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ചെറിയ നല്ല രീതിയിലൊക്കെ പോവുകയൊക്കെ ആയിരുന്നു. അതിൻ്റെ പുറകിലാണെങ്കിൽ എൻ്റെ ചേട്ടനും കൂടെ പുറകെ വന്നു. ചേട്ടനാണെങ്കിൽ അത്ര ചേട്ടന് കൂടുതൽ പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് മേലെ കയറാൻ ചെറിയ രീതിയിൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ചാടി എങ്ങനെയൊക്കെ ഒന്ന് കയറി അപ്പുറത്ത് എത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ ഇറങ്ങി അടുത്ത റൈഡിലേക്ക് പോകാനുള്ള ഇറക്കമാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ റൈഡിൽ കയറാം. ഒരു അഡ്വഞ്ചർ ഒരു സംഭവം പോലെയൊക്കെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് കയറുവാണ്. അപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇച്ചിരി കയറാൻ പാടൊക്കെ ഉണ്ടായിരുന്നു, ആ ഓട്ടേക്കൂടെയൊക്കെ പോകണ്ടേ. അതുകൊണ്ട് പിന്നെ അവിടെ പിടിക്കാനൊക്കെ സംഭവം ഉണ്ടായിരുന്നു, അതിലൊക്കെ പിടിച്ച് കയറി. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇളകുകയൊക്കെ ചെയ്തു. എനിക്ക് ആദ്യം ഇച്ചിരി പേടിയായി, എന്നാലും കുഴപ്പമില്ലാതൊക്കെ പോയി. പിന്നെ ഒരു സ്പൈഡർമാൻ്റെ പോലത്തെ ഒരു വലയൊക്കെ ആയിരുന്നു, കണ്ടോ, ഇങ്ങനെ ഒരു സ്പൈഡർമാൻ്റെ പോലത്തെ വല. പക്ഷെ അധികം മേലേക്ക് പോയാൽ തലയിടിക്കും ചിലപ്പം. അപ്പം എനിക്ക് ചെറുതായിട്ട് ഒരു തവണ അങ്ങനെ തലയിടിച്ചിട്ടുണ്ട്, അതാ ഞാൻ അധികം മേലേക്ക് പോകാത്തിരുന്നത്. അപ്പം എന്തായാലും ഭയങ്കര രസമുള്ള ഒരു പാർക്കൊക്കെ തന്നെയായിരുന്നു ഇത്. അപ്പോൾ കഴിച്ച് ഇതിൽ കൂടെ പോകാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ വലയായിരുന്നു, മേ ബി സംതിങ് കുഞ്ഞു പിള്ളേരുടെയാണ്. അപ്പോൾ ഇതിൽ കൂടെ സൈഡിൽ കൂടെ ഊന്ന് വന്നു. പിന്നെ ഞാൻ ഓടിയത് ചേട്ടൻ്റെ ചേട്ടൻ അവിടെ ഊഞ്ഞാൽ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഓടി. പിന്നെ അതിനകത്ത് ആടി, പക്ഷേ വലിയ നീളമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടേ ആടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം മടുത്തു കഴിഞ്ഞപ്പോൾ നിന്നു.
പിന്നെ കുഴപ്പമില്ലാതൊക്കെ ആടുകയൊക്കെ ചെയ്തു, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ സീസൺ സൂപ്പറായിരുന്നു ഗൈസ്. കാരണം ചേട്ടൻ ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ മേലേക്ക് ഇങ്ങനെ പൊന്തി തെറിക്കുന്ന പോലെയൊക്കെയാവും. നല്ല രസമുണ്ടായിരുന്നു സീസൺ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സീസൺ. പിന്നെ ഇതൊരു കറങ്ങുന്ന സാധനമാണ്, മേലേക്കും താഴേക്കും അങ്ങനെയാണ്. ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു. കാരണം സ്പീഡിൽ ഇങ്ങനെ തെറിച്ച് പോകുന്ന പോലെയൊക്കെ തോന്നും, ഇങ്ങനെ നമ്മൾ തെറിച്ച് പോകുന്നത്. ഇത് നല്ലൊരു റൈഡായിരുന്നു. പിന്നെ ചേട്ടൻ എനിക്ക് ആട്ടി തന്നുമൊക്കെ ചെയ്തു കേട്ടോ, നല്ല രസമായിരുന്നു. എന്തായാലും എനിക്ക് സൂപ്പറായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കയറി, പിന്നെ സ്ലൈഡ് ഉണ്ടായിരുന്നു, സ്ലൈഡിൽ കൂടെ ഊർന്ന് വന്ന് നല്ല രസമായിരുന്നു. എനിക്ക് കളിക്കാൻ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു, അതിലും വലിഞ്ഞു കയറിയ ശേഷം അപ്പുറത്തൊരു വടി പോലെ ഇരിക്കുന്ന സാധനം കണ്ടുകൂടെ, ഇങ്ങനെ വടി പോലെ, സ്റ്റീലിൻ്റെ വടി പോലെ, അതിൽ കൂടെ ഊർന്ന് വരണം. ഇവിടെ ഇങ്ങനെ സൈക്കിൾ സ്റ്റേഷൻസ് ഉണ്ട്. 1 കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ സൈക്കിൾ സ്റ്റേഷൻസ് ഉണ്ട്. ഇവിടെ കോയിൻ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാം. ഇപ്പോൾ സീ ഫ്രണ്ടിലാണെങ്കിൽ പോകണ്ടെങ്കിൽ സീ ഫ്രണ്ടിലേക്ക് പോവാം. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ എവിടെയെങ്കിലും ഇതേപോലെ സൈക്കിൾ സ്റ്റേഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് വെച്ചിട്ട് സീ ഫ്രണ്ട് കണ്ടിട്ട് നമുക്ക് ആ സൈക്കിൾ തന്നെ വീണ്ടും എടുത്തിട്ട് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കാറൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ കാര്യമാണ്. അപ്പോൾ എന്തായാലും ബൈ.